ഒരു വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പയ്യന് പെണ്ണിന്റെ കുടുംബ വീട്ടില് വലിയ സ്ഥാനമാ. അയാളെ ഒന്നിനും ആർക്കും മാറ്റി നിർത്താനും കഴിയില്ല. മാന്യമായിട്ട് കല്യാണം കഴിച്ചു പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാന്യമായിട്ട് കല്യാണം കഴിച്ചോണ്ട് പോയവന് നാണോ മാനോ ഇല്ല. അവനോടൊപ്പം ജീവിച്ച് ജീവിതം മടുത്ത് അവന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാഗറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സാഗറിന് കുറച്ചധികം ബഹുമാനം കൊടുത്തേ പറ്റൂ. അത് ഉറപ്പല്ലേ? എന്താ ഇപ്പോ ഈ വീടിനകത്ത് സാഗർ കയറരുതെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ കണ്ണൻ സാറേ? ആ പറഞ്ഞു. അതുകൊണ്ട് സാഗർ പുറത്ത് നിൽക്കുകയായിരുന്നു. എടാ, കണ്ണൻ സാറിന്റെ സുഹൃത്തുക്കളാ ഞങ്ങളിപ്പോ. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറുന്നില്ലേ? നീ പക്ഷെ സുഹൃത്തല്ലല്ലോ, നീ വീട്ടുകാരനല്ലേ, പിന്നെന്താ അകത്ത് കയറിയാല്? അപ്പൊ പിന്നെ ഇവിടെ കയറുക മാത്രമല്ല, കുറച്ചു ദിവസം സാഗറിന് വേണമെങ്കിൽ താമസിക്കുകയും ചെയ്യാം. പറഞ്ഞു കേട്ടല്ലോ. മാലിക്ക് പോയി വന്ന ശേഷം മഞ്ജുവിനെ കൂട്ടി ഇടയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കണം. അത് വേണം സാഗറെ. ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞിപ്പോ മഞ്ജുവിന്റെ വയറ്റിലുള്ളതല്ലേ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അടുക്കളയിൽ എനിക്ക് പണിയുണ്ട്. അമ്മേ, ഞാനും വരുന്നു. നീയും ചെല്ലടാ ഉണ്ണി അടുക്കളയിലേക്ക്. നീ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് അടുക്കളയിൽ പണിയൊക്കെ ചെയ്ത് അമ്മയും ഭാര്യയൊക്കെ സഹായിക്കുന്നതാ. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളുടെ ഉപദേശം എനിക്ക് വേണ്ട. പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാതിരിക്കാനാ പറഞ്ഞത്. അല്ല, കഴിഞ്ഞ തവണ ജ്യൂസ് കലക്കി തന്നപ്പോ കുഞ്ഞു പോയില്ലല്ലോ? ഇല്ല. അതുകൊണ്ടേ ഇത്തവണ ഇത്തിരി വീര്യം കൂടിയത് കലക്കി തരാന് എന്നോട് ഇവിടെ ഒന്ന് താമസിക്കാൻ പറഞ്ഞ്. അല്ല സാറേ, കറക്കണ്ട. ഇനി നമ്മൾ യാത്ര പോകുമ്പോ ആരുടെയും ശല്യമില്ലാതെ ഇഷ്ടം പോലെ കറക്കുകയും മടക്കുകയും ഒക്കെ ചെയ്യാലോ. ഇവിടെ വെച്ചത് വേണ്ട. അവിടെ മോർപ്പെണ്ണും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടെന്നാ അപ്പച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. കെട്ടൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ചെല്ലത്തില്ലേന്ന് ചോദിച്ചു. എനിക്ക് കെട്ട് നിറയ്ക്കുന്നിടത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞ ഒഴിഞ്ഞത്. കെട്ട് നിറയ്ക്കട്ടെ, കെട്ട് നിറയ്ക്കട്ടെ. ഇത് അവന്റെ അവസാനത്തെ കെട്ട് നിറയാ. അവൻ മലയ്ക്ക് പോകുന്ന സമയത്ത് നീ വെറുതെ ഏടാകൂടെ ഒന്ന് ഒപ്പിക്കല്ലേ. ഒന്നാമതേ അയ്യപ്പനെ ആവാഹിച്ച് നടക്കുന്ന ഒരുത്തി അവന്റെ കൂടെ ഉള്ളത്. അത് തന്നെ ഞാൻ അവനോട് പറയുന്നത്. മണ്ഡലമാസമായിട്ട് ദുഷ്ടചിന്തകളൊന്നും പാടില്ലടാ. അച്ഛൻ ഓർമ്മയുണ്ടോ, എനിക്കും കണ്ണനും 11 വയസ്സുള്ളപ്പോ ഇതുപോലൊരു മണ്ഡലകാലത്താ അച്ഛനും അവന്റെ അച്ഛനും കൂടി ഞങ്ങളെ മല കയറ്റിയത്. അതിന്റെ അടുത്ത വൃശ്ചികത്തില് അവൻ മാലയിട്ടതിന് ശേഷം അവന്റെ പിറന്നാള് ദിവസം അവന്റെ മലകയറ്റം അവസാനിക്കുകയും ചെയ്തു. പിന്നെ
ഇത്തവണയാണ് അവൻ മല ചവിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ സമയത്ത് വെറുതെ അയ്യപ്പന് നിരക്കാത്ത പ്രവൃത്തി ഒന്നും ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്താ സഞ്ചാരം. നിന്റെ പ്രവൃത്തി കൊണ്ട് ഇനി കട്ടിൽ ഒരേ കിടപ്പ് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ടേ മോനെ. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. അച്ഛന്റെ കഴിഞ്ഞ കാലം ഉണ്ടല്ലോ, അത് വളരെ മോശ. എടാ, എത്ര മോശമായാലും കഴിഞ്ഞ കുറെ നാൾ മുമ്പ് വരെ നീ നിന്റെ അമ്മയും അനുജത്തിയൊക്കെ ലാവിഷായിട്ടല്ലേ ജീവിച്ചത്. ഇനി നമുക്ക് അങ്ങനെ ജീവിക്കണ്ടേ അച്ഛ? അതിന് വെറുതെ ഇങ്ങനെ വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കില്ല. എന്റെ ഏട്ടാ, മഞ്ജു ആ സാഗറും കൂടെ ഒന്നിച്ച അവിടെ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇന്നിപ്പോ സാഗറും കണ്ണേട്ടനൊപ്പം മലയ്ക്ക് പോവുക. ആ സമയത്ത് മഞ്ജു മിക്കവാറും അവിടെ കാണും. ആ സമയത്തൊക്കെ മഞ്ജുവിനും അപ്പച്ചയ്ക്കും ഇടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ട്. ആ, അത് ഇവള് പറഞ്ഞത് സത്യോടാ. ഇനി അമ്മയ്ക്ക് മോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം മഞ്ജു അവിടെ ചെന്നപ്പോ അവിടെ ഗർഭം കലക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായടാ? അന്ന് നടക്കാതെ പോയത് മിക്കവാറും ഇത്തവണ നടക്കും. ഈ മണ്ഡലകാലമായിട്ട് എന്റെ പെങ്ങക്ക് നല്ല ബുദ്ധിയൊന്നും തോന്നത്തില്ലേ? അവിടെ ഒരുത്തി മഹാലക്ഷ്മിയും കണ്ണനും തകർക്കാനായിട്ട് അവിടെ കുഞ്ഞിനെ കളഞ്ഞു കുളിച്ചു. ആ കരുണ. ഒരു മണ്ഡലകാലം കണ്ണന് തോരാ കണ്ണീര് കൊടുത്തെങ്കിൽ ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും അച്ഛാ. അവന്റെ ജന്മമാസം അവനും അവനെ സ്നേഹിക്കുന്നവരും ജന്മകാലത്ത് മറക്കാൻ പോകുന്നില്ല. അവൻ എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് സീമന്തിൽ. അവനിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടൊന്നുമല്ല, സാക്ഷാൽ അയ്യപ്പനോട് തന്നെയാണ്. മണ്ഡലമാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുത്തനെന്നെ രാത്രി വന്ന് ശല്യം ചെയ്യുന്നുണ്ട്, സ്വപ്നത്തിലും അല്ലാതെയൊക്കെ. വേറെ ആരാ? കണ്ണന്റെ അച്ഛൻ തന്നെ. അതെന്തിനാ കണ്ണന്റെ അച്ഛൻ നിങ്ങളെ ശല്യം ചെയ്യുന്നത്? അതിന് നിങ്ങളാണോ കണ്ണന്റെ അച്ഛനെ കൊന്നത്? ഞാൻ കൊന്നിട്ടൊന്നുമില്ല. പിന്നെ ആ സമയത്ത് എന്റെ ചില അഴിമതികളൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് അവൻ മരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തത്.
ഈ നെയ്യ് ഇതിലോട്ട് ഒഴിച്ച് നിറച്ചേ. സ്വാമിയേ ആ നീ വന്നേ. ആ കെട്ട് നിറ സാധനങ്ങൾ എടുത്ത് ഈ ദക്ഷിണ ഇതിനകത്തേക്കിട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. ആയിക്കോട്ടെ. അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് 3 പ്രാവശ്യം അരി വാരി ഇടുക. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പോ. 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 അടുത്ത സ്വാമി വാ. സ്വാമിയേ ശരണമയ്യപ്പോ. 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 അങ്ങോട്ട് വെച്ചോളൂ. ഇനി ദക്ഷിണ കൊടുത്തോളൂ. ഭഗവാനെ അയ്യപ്പ, നല്ലതൊന്നും ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തിനാ ദക്ഷിണ കൊടുക്കുന്നത്? മൂത്തവർക്ക് ദക്ഷിണ കൊടുക്കുന്ന പതിവാണല്ലോ. ഇനി അടുത്ത ആള് വരിക. ഇങ്ങോട്ടിരുന്നോളൂ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ എന്തായാലും കെട്ടുനിറച്ച് പോവുക. എല്ലാം കഴിഞ്ഞ ശേഷം സന്നിധാനത്ത് പോയി ദർശനം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലേ? ശരിയാ. സ്വാമിയേ ശരണമയ്യപ്പോ. എന്തു പറ്റി? നല്ല ശകുനമല്ലല്ലോ. അതിലൊന്നിനും കാര്യമില്ല സ്വാമി. ശകുനം മുടക്കാൻ മാത്രം ഞങ്ങൾ പാവങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലേടാ? സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശകുനം, പുണ്യം, പാപം, ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ?
സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ അല്ല, ദക്ഷിണയൊന്നും തന്നില്ല. പറഞ്ഞ പോലെ ശരിയാണല്ലോടാ. ആ പാക്കും വെറ്റിലെടുത്ത് ദക്ഷിണ കൊടുത്തേക്ക്. ദക്ഷിണ ദക്ഷിണ. ഒരു ശരണം വിളി പോലും ഇല്ലാതെയാ പോണത്. ഇവനൊക്കെ എന്തിനാണെന്തോ മലയ്ക്ക് പോണത്. മേഘൻ രണ്ടും കൽപ്പിച്ച അവൻ എന്ത് ചെയ്താലും അതിന് ഫലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്നും അവളോടെ കാണുമോ എന്തോ? അവൻ മലയ്ക്ക് പോകുന്നോണ്ട് അവളെ കാണാനുള്ള സാധ്യത കുറവാ. ആ പോറ്റിയോട് പറഞ്ഞതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടോ എന്തോ? അവന്റെ മുഖം നമ്മളൊന്ന് കണ്ടതല്ല, അത്ര പന്തിയല്ലായിരുന്നു. അമ്മ അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. അവസാനം അയാൾ നമുക്കെതിരെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. മാവാ ദൈവമേ, എന്റെ അയ്യപ്പോ ഭഗവാനേ. എന്റെ കരുണമോള് ഒരുപാട് കരഞ്ഞു എന്റെ ഭഗവാനെ. അത് ഭഗവാനും അറിയാവുന്നതാണല്ലോ. ഇനി എന്റെ കുഞ്ഞിന് കരിദിനങ്ങൾ ഉണ്ടാവരുതേ ഭഗവാനെ. അയ്യപ്പ, ജീവിതത്തിൽ എന്നും കറുത്ത ദിനങ്ങൾ മഹാലക്ഷ്മിക്കും ആ കണ്ണനും മാത്രമായിരിക്കണേ ഭഗവാനെ. കരഞ്ഞു കരഞ്ഞു മഹാലക്ഷ്മി തളരുന്ന ദിവസങ്ങളായിരിക്കണേ ഭഗവാനെ ഇനി അവൾക്ക് വരാനുള്ളത്. ഭഗവാനേ അയ്യപ്പ. തിരുമനിക്കണം. നമസ്കാരം. നമസ്കാരം. അല്ല, ഞങ്ങൾ പറഞ്ഞ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ, പൂജ ചെയ്യാൻ പറഞ്ഞിട്ട് പൈസ തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ചെയ്തിരിക്കും. തിരുമേനി, അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരുത്തി ഇവിടെ വന്നായിരുന്നല്ലോ. എന്താ? ഞങ്ങളും അവളുമായിട്ട് സംസാരിക്കുന്നൊക്കെ തിരുമേനി എന്ന് കണ്ടായിരുന്നല്ലോ. അതെ, അവൾ ഇവിടെ വന്നിട്ട് എന്ത് പൂജയാ ചെയ്തേ? മറ്റുള്ളവർ ചെയ്യുന്ന പൂജ പറയാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ചെയ്യുന്ന പൂജ അവൾക്ക് പറഞ്ഞു കൊടുക്കാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ഭഗവാനെ സേവിക്കുന്നത് കള്ളം പറയാനും കള്ളം ചെയ്യാനും അല്ല. അമ്മ ഇങ്ങനെ വായി വരുന്നത് എന്തും വിളിച്ചു പറയും. എന്നോട് പറഞ്ഞു, പക്ഷേ അത് ഭഗവാനോട് പറയരുത്. ഭഗവാനെ എല്ലാവരുടെയും മനസ്സറിയാം.
ശരി ശരി. ദക്ഷിണ കൊടുക്ക് പ്രതാപ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അയാൾ ആള് ശരിയല്ല. അയാളെ അവളുടെ ആളാ. അമ്മേ ഒന്ന് ചുമ്മാ ഇരിക്കമ്മേ. തൊഴുട്ടെ. മഹാഗണപതി ഭഗവാനെ രക്ഷിക്കണേ.